ജമാഅത്ത് ഇസ്ലാമി UDF ആയതിനാൽ സഹകരണം അവർ മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞത്. അതിപ്പോ UDFന് ഗുണകരമാകുമോ അതോ ദോഷകരമാകുമോ, എന്തായിരിക്കും? ജമാഅത്തെ ഇസ്ലാമി എന്ന കഷായം കുടിച്ച് UDF മരിക്കുമോ എന്ന ഭയത്തിലാണ്. യഥാർത്ഥത്തില് ഗ്രീഷ്മ മറ്റേ പയ്യന് സ്നേഹത്തോടെ വിളിച്ചു വരുത്തിയിട്ട് കഷായം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതെ. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. കാരണം ഇത് ജമാഅത്തെ ഇസ്ലാമി സ്നേഹത്തോടെ കോൺഗ്രസിനെ UDFനെ വിളിച്ചു വരുത്തിയതല്ല. പകരം ഇവര് അങ്ങോട്ട് ചെന്ന് വിളിച്ച് കഷായം മേടിച്ച് കുടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇപ്പൊ പയ്യന് സംഭവിച്ചത്, മറ്റേ പയ്യന് സംഭവിച്ചത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ UDFന് സംഭവിക്കാൻ പോകുന്നത്. മലബാറിലെ ഏതാനും ചില മണ്ഡലങ്ങളിൽ വളരെ ചെറിയ നാമമാത്രമായിട്ടുള്ള വോട്ടുകളാണ് ഈ വെൽഫെയർ പാർട്ടിക്കൊക്കെ ഉണ്ടാവുക. പക്ഷെ അതിനുശേഷം ഈ വെൽഫെയർ പാർട്ടി ഇപ്പൊ അടുത്ത ഭാഗം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. വെൽഫെയർ പാർട്ടിയുടെ ആളുകളും കോൺഗ്രസിന്റെ ആളുകളും കൂടി ചെന്ന് ഒരു പഞ്ചായത്ത് ഇലക്ഷനോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇലക്ഷനോ മുനിസിപ്പാലിറ്റി ഇലക്ഷനോ ഒക്കെ വീട്ടിൽ ചെന്ന് വോട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ അതിനെ എങ്ങനെ കാണും എന്നുള്ള ബോധം പോലും ഇവർക്കില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ മലബാറിലുള്ള കുറച്ച് മണ്ഡലങ്ങളിൽ ഇവർക്ക് ചിലപ്പോൾ ചെറിയ വോട്ടുകൾ കിട്ടിയേക്കാം. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അവിടെ പോലും അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇവർക്ക് നഷ്ടപ്പെടും. ഇനി ഇതൊക്കെ പോട്ടെ, ഒരു കണ്ണൂർ മുതലുള്ള അപ്പുറത്തുള്ള മേഖലകളിലേക്കോ കാസർഗോഡിലേക്കോ അല്ലെങ്കിൽ മറ്റു മേഖലകളിലേക്കോ ഇനി അതെല്ലാം പോട്ടെ, ആ മേഖല മാറ്റി വെക്കൂ. നിങ്ങൾ എറണാകുളത്തേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെയുള്ള മേഖലകളിലേക്കോ ഒക്കെ എടുത്തു ചോദിച്ചു നോക്കിയാൽ തെക്കൻ തിരുവിതാംകൂറിലൊക്കെ തന്നെ ഇത് വലിയ തോതിൽ കോൺഗ്രസിന് ഡാമേജ് ഉണ്ടാക്കും. കോൺഗ്രസിനും UDFനും ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്ന തീരുമാനമാണ്. കാരണം ഇവരെക്കുറിച്ച് ജനത്തിന് കൃത്യമായിട്ട് അറിയാം. കോൺഗ്രസ് പറയുന്നത് ഭരണഘടനയിൽ മാറ്റി എന്നൊക്കെയുള്ളതാണ്. ഈ ഭരണഘടനയിൽ മാറ്റി എന്നൊന്നും പറയുന്നതിന് കാര്യമില്ല. കാരണം ഇവരുടെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന അമീർ വന്നിട്ട് പറയുന്നുണ്ട് ഭരണഘടനയൊക്കെ മാറ്റലും ഈ നമ്പറും ഒക്കെ വാക്കുകളിലെ ചില ഗിമ്മിക്കുകളും തട്ടിപ്പൊക്കെയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ മതരാഷ്ട്രവാദവും മറ്റേ ഇസ്ലാമിക ഭരണകൂടവും വേണമെന്നുള്ള ആളുകളാണ്. പിന്നെ ഇതൊക്കെ പോട്ടെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവര് യഥാർത്ഥത്തിൽ ഇപ്പൊ വഖഫ് നിയമത്തിനെതിരെ കരിപ്പൂർ എയർപോർട്ടിലേക്ക് ഒരു പ്രകടനം നടത്തി. ഇവരുടെ കുട്ടികളാണ് പ്രകടനം നടത്തിയത്, മനസ്സിലായി? ആ പ്രകടനം നടത്തിയത് എനിക്കുള്ള സോൾഡാറ്റ് യൂത്ത് മൂവ്മെന്റും മറ്റേ SIO സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവരുടെയൊക്കെ വിങ്ങാണത്. പിന്നെ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ട്. അങ്ങനെ പല വിങ്ങുകളുണ്ട് അവർക്ക്. ആ വിങ്ങുകളൊക്കെ കൂടി പ്രചരണം നടത്തിയപ്പോൾ അതിലുണ്ടായിരുന്ന ഫോട്ടോ എന്ന് പറയുന്ന ഒന്ന് സയ്യിദ് കുത്തബുദ്ദീനെയാണ്. ഞാനത് മറ്റൊരു വീഡിയോയിൽ വിശദീകരിച്ചുകൊണ്ട് ആരൊക്കെയാണെന്ന് പറയുന്നില്ല. ഇത് മറ്റേ ഈജിപ്തിലൊക്കെ കൊല്ലപ്പെട്ട ആളുടെ സയ്യിദ് കുത്തബുദ്ദീൻ എന്ന് പറയുന്ന ആള്, ഇസ്മായിൽ ഹനിയ, യാഹിയ സിൻവർ എന്ന് പറയുന്ന ധീര വിപ്ലവകാരികളുടെ ഫോട്ടോ ഉയർത്തി കാണിച്ചാണ് ഇവിടെ നടത്തിയത്. മനസ്സിലായോ? അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ വന്ന് പ്രകടനം നടത്തുകയും ഈ പറയുന്ന ഹമാസിന്റെ മറ്റൊരു ലീഡർ ഓൺലൈൻ മീറ്റിംഗിൽ ഇവിടെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. സോൾഡാറ്റ് യൂത്ത് മൂവ്മെന്റ് ചടങ്ങിൽ. ഇതൊക്കെ ഇവരുടെ സംഘടനകളാണ്, ജമാഅത്തെ ഇസ്ലാമി. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത്. ആ വെൽഫെയർ പാർട്ടി ഇവിടെ പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറയുന്ന പൊട്ടാസ് സൈനയുടെ അടുത്ത് സ്വയം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന പോലൊരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. ഇതിലിപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സതീശനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഇത് എന്തിനു ചെയ്തു എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇനി അവരുടെ പിന്തുണ മേടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അവരുടെ വോട്ട് മേടിച്ചു, പിന്തുണ മേടിച്ചു, അത് ഇടതുപക്ഷം ചെയ്തിട്ടുണ്ട്, ശരിയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സിക്കറിൽ രാജസ്ഥാനിൽ ഒരു പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. തമിഴ്നാട്ടിൽ പിന്തുണ, പല സ്ഥലങ്ങളിലും പിന്തുണ കൊടുത്തിട്ടുണ്ട്. അത് CPM തന്നെ പിന്തുണ കൊടുത്തിട്ടുണ്ട്. പ്രശ്നം എന്താ? പ്രശ്നം ഇവരെ ന്യായീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വരികയാണ്. അതായത് കേരളത്തില് 1% പോലും വോട്ടില്ലാത്ത അല്ലെങ്കിൽ 0.5% പോലും വോട്ടില്ലാത്ത വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കുകയും അവരൊരു ബ്രാൻഡായി ബിൽഡ് ചെയ്യാനും ഒക്കെയുള്ള ഒരു മോഡലായി നമ്മുടെ VD സതീശനും പ്രതിപക്ഷ നേതാവും ഒക്കെ മാറി. അത് വലിയ തോതിൽ UDFനും കോൺഗ്രസിനും ഒക്കെ ഡാമേജ് ഭാവിയിലേക്ക് ഉണ്ടാക്കും. കാരണം ഇതിന്റെ പ്രചരണം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. കാരണം പ്രചരണം തുടങ്ങിയതിന് പിന്നിൽ വലിയൊരു കുഴപ്പം കൂടിയുണ്ട്. എന്താ കുഴപ്പമെന്ന് അറിയാമോ? പ്രചരണം തുടങ്ങിയത് ഇപ്പൊ ഗോവിന്ദൻ മാസ്റ്റർ വന്നിട്ട് പറയാണ് നിങ്ങൾ വർഗീയ കക്ഷികളോട് കൂട്ടിയാർന്നുള്ള വിജയമാണ് എന്ന്. അത് നേരത്തെ അവര് പാലക്കാട് പറഞ്ഞിരുന്നു. അതുപോലെ വിജയരാഘവൻ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിനും പറഞ്ഞിരുന്നു. അതൊന്നും ആരും അത്ര വലിയ ഗൗരവത്തിൽ എടുത്തില്ല. പാലക്കാട് SDPIക്കാർ വേറൊരു പണി കൂടി കാണിച്ചു. ഏത് മറ്റേ കൈവെട്ടി ടീംസ് ഒരു പണി കാണിച്ചു. കാരണം പാലക്കാട് ആകെ 4, 3, 7 പേരെ അവിടെ ഉള്ളൂ. ആ 7 പേര് കൂടി നേരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പ്രകടനം നടത്തിയില്ല, യൂത്ത് കോൺഗ്രസ് പ്രകടനം നടത്തിയില്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ആര്? രാഹുൽ. അവരൊക്കെ പതുക്കെ എഴുന്നേറ്റ് വരാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇവർ അതിനു മുമ്പേ മറ്റേ CPMന്റെ ഓഫീസിലൊക്കെ പ്രകടനം നടത്തി, SDPI. അപ്പൊ അത്തരത്തിൽ ഗംഭീരമായിട്ടുള്ള പരിപാടികളാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുക. ആ കാണിച്ചത് തന്നെ വലിയ തോതിൽ ലോങ് ടൈമിലേക്ക് ഇവർക്ക് ഡാമേജ് ഉണ്ടാക്കും. അതുകൂടാതെയാണ് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും എടുത്ത് കക്ഷത്തിൽ വെച്ചേക്കണം, രണ്ടൊക്കത്തെടുത്ത് വെച്ചേക്കണം. ഇത് പറയുമ്പോൾ ഉടനെ തന്നെ ചോദിക്കും അപ്പുറത്ത് PDP ഇല്ലേ, അപ്പുറത്ത് മറ്റേ ഏതാണ് ഒരു സാമി വന്നില്ലേ എന്നൊക്കെ ചോദിക്കുക. ഏതോ ആ സാമിയുടെ ഒപ്പം ഒന്നും ഒരു മനുഷ്യയില്ല,
മനസ്സിലായി? ഹിന്ദു മഹാസഭ എന്നൊക്കെ പറഞ്ഞൊരു സ്വാമി. അതിൽ തന്നെ ആകെ രണ്ടുപേരേ ഉള്ളൂ. ആ രണ്ടുപേരും തമ്മിൽ ഇടിയാണ്. അതായത് രണ്ടുപേർക്ക് പ്രത്യേകം ഹിന്ദു മഹാസഭയാണ്. ഒരാൾ കടവന്ത്രയിലെ തോക്ക് സ്വാമിയാണ്, വേറൊരു ആസാമിയാണ്. മനസ്സിലായി? അവ വെറും നമുക്കറിയാം വെറും വിവരം കേട്ട ആളുകളാണ്. അപ്പൊ അതൊന്നും ചില PDP മറ്റേ ശക്തി ക്ഷയിച്ചിട്ടുള്ള ഒരു സ്പെൻഡ് ഫോഴ്സ് ആണ്. അതൊന്നും ഗൗരവത്തിൽ എടുക്കുന്നില്ല. പക്ഷെ ഇവർക്കൊക്കെ ഒരു ഇടം കൊടുത്താൽ അത് വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കും. ആ ഡാമേജിനെ മറ്റ് സമൂഹങ്ങൾ എങ്ങനെയാണ്? ക്രിസ്ത്യൻ സമൂഹങ്ങളും മുസ്ലിം സമൂഹങ്ങളും എങ്ങനെയാണ്? അതായത് യാഹിയ സിൻവറിന്റെ മറ്റേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. യാഹിയ സിൻവറിന്റെ ഇസ്മായിൽ ഖനിയുടെ ഒക്കെ ഫോട്ടോയും വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? പ്രകടനം നമ്മുടെ വീടിന്റെ മുമ്പിലൂടെ പ്രകടനം നടത്തുന്നു. എന്നിട്ട് വീട്ടിൽ വന്ന് ഒട്ടി ചോദിക്കും. ഒരു തോളത്ത് പ്ലക്കാർഡ് ഇരിക്കുന്നു. ഒരെണ്ണം യാഹിയ സിൻവറും, ഒരെണ്ണം സയ്യിദ് കുത്തുബുദ്ദീനും, ഒരെണ്ണം കടിച്ചു പിടിച്ചേക്കുന്നത് എന്താണ്? മറ്റേ ഇസ്മായിൽ ഖനിയെ. അപ്പൊ ഇതൊക്കെ വലിയ തോതിൽ ഒരു ഡാമേജ് ഉണ്ടാക്കി. ഇത് സത്യത്തിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് ഷോർട്ട് ടൈമിലേക്ക് CPM-നും LDF-നും, ലോങ് ടൈമിലേക്ക് BJP-ക്കും ഗുണമുണ്ടാവും. സാർ ഇപ്പൊ പറഞ്ഞല്ലോ, ഇതുപോലെ ഷോർട്ട് ടൈമിന് CPM ഗുണമായിരിക്കും, ലോങ് ടൈമിന് BJP-ക്ക് ഇതൊരു ആയുധവും ഗുണകരമായിരിക്കും. അതെന്തായിരിക്കും? താൽക്കാലികമായിട്ടുള്ള ഒരു ഇലക്ഷന് ഇത്തരത്തിലുള്ള ഭയം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ജനം എന്ത് വിചാരിക്കും? അതായത് ഭരണമൊക്കെ മോശമാണ്, ഒരു ഏകാധിപത്യ ഭരണമാണ്, ഭരണത്തിനെതിരായിട്ടുള്ള വികാരമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ പറയുന്ന കൈകാൽ വെട്ടി ടീംസുമായിട്ടൊക്കെയുള്ള ഭരണത്തിനേക്കാളും നല്ലത് പിണറായി ഇരുന്നോട്ടെ ഇത് ആൾക്കാർ ചിന്തിക്കും. മനസ്സിലായ? CPM-ന് ഏറ്റവും വലിയ പ്രശ്നം പറ്റിയേക്കണ എന്താ അറിയോ? CPM-ന്റെ കയ്യിൽ നിന്ന് CPM-ന്റെ ഏറ്റവും വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ സത്യത്തിൽ ഹിന്ദു പാർട്ടി BJP അല്ലാതെ CPM ആണ്. കാരണം ഹിന്ദുക്കളുടെ മഹാഭൂരിപക്ഷം ഒട്ടും CPM-നാണ്. ഓക്കെ, അതിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മേജർ ചങ്ക് എന്ന് പറയാവുന്ന വോട്ടുകൾ പിന്നെ SNDP ഈഴവ കമ്മ്യൂണിറ്റിയാണ്. അവരാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ള കമ്മ്യൂണിറ്റി. നായർ കമ്മ്യൂണിറ്റി ഒക്കെ നേരത്തെ കോൺഗ്രസിന്റെ ഒപ്പമായിരുന്നു. ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് വിട്ടിട്ട് അവര് BJP-യിലേക്ക് മാറി തുടങ്ങി. CPM-ന്റെ ഏറ്റവും മേജർ ചങ്ക് എന്ന് പറയുന്നത് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആണ്. അതായത് ഈഴവ, പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികളാണ് ഇവർക്ക് കൂടുതൽ വോട്ട് ചെയ്തത്. ഈ വോട്ടുകളിൽ വിള്ളൽ വരുത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ആലപ്പുഴയിലും അതുപോലെ ആറ്റിങ്ങലിലും വലിയ തോതിൽ ഈ വോട്ടുകളിൽ വിള്ളൽ വന്നു. അപ്പൊ ആ വിള്ളൽ വന്നത് കൊണ്ട് തന്നെ ആ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ തീർച്ചയായിട്ടും ഇതിനെ സഹായിക്കും. പിന്നെ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഇത് പ്രതിരോധിക്കാൻ പോലും UDF-ന് പറ്റില്ല. ഇപ്പൊ എന്താ കാര്യം എന്ന് പറയുക? ഗോവിന്ദ മാഷ് വന്നിട്ട് പറയുന്നു, വിജയരാഘവൻ വന്നിട്ട് പറയുന്നു, പിണറായി വിജയൻ വന്നിട്ട് പറയുന്നു, നിങ്ങൾ വർഗീയ കക്ഷികളുമായിട്ട് കൂട്ടുചേർന്നുള്ളൊരു വിജയമാണ് എന്ന് പറയുമ്പോൾ അതിനെ ഇവർക്ക് പ്രതിരോധിക്കാം. VD സച്ചിന് ഭയങ്കരമായി തിരിച്ചടിക്കാം. അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് അറിയോ? ഇത് വെള്ളാപ്പള്ളി നടേശം എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശനോട് ഒരു മയത്തിനെ തിരിച്ചടിക്കാൻ പറ്റും. അതെ, കാരണം വെള്ളാപ്പള്ളി നടേശനോട് മറ്റേ പിണറായി വിജയനെയോ അല്ലെങ്കിൽ വിജയരാഘവനെയോ അല്ലെങ്കിൽ നാളെ ഗോവിന്ദ മാഷയോ ഒന്നും അറ്റാക്ക് ചെയ്യുന്നത് പോലെ അറ്റാക്ക് ചെയ്യാൻ കോൺഗ്രസിനകത്ത് ആരും തയ്യാറാവില്ല. ഇനി തയ്യാറായാൽ പോലും താങ്കൾ അറിയേണ്ടത് രാത്രി വിളിച്ചിട്ട് പറയും അബദ്ധത്തിൽ പറഞ്ഞു കേട്ടോ, സോറി എന്ന് പറയേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തുള്ള MLA-മാർക്ക് ജയിച്ചു പോകണം. ആ ജയിച്ചു പോകണമെങ്കിൽ അവിടെയൊക്കെ തന്നെ വെള്ളാപ്പള്ളി പറഞ്ഞാൽ ആരെങ്കിലും വോട്ട് ചെയ്യൂല എന്നൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. ഓക്കെ, പക്ഷെ വെള്ളാപ്പള്ളിയെ അങ്ങനെ അത്തരത്തിൽ വെല്ലുവിളിക്കാൻ പറയുന്ന നേതാക്കൾ അതിനകത്ത് അപൂർവമാണ്. നേരത്തെ VM സുധീരൻ അങ്ങനെ ഉണ്ടായിരുന്നു, വെല്ലുവിളിച്ചു, അദ്ദേഹം ജയിക്കുമായിരുന്നു. കാരണം വെള്ളാപ്പള്ളി പറഞ്ഞാലോ ഇല്ലെങ്കിലോ ഒക്കെ VM സുധീരൻ ജനം വോട്ട് ചെയ്യും. മനസ്സിലായ? AK ആന്റണിക്ക് ജനം വോട്ട് ചെയ്യുമായിരുന്നു. ഇപ്പൊ KC വേണുഗോപാലിനും ഒക്കെ ജനം വോട്ട് ചെയ്യും. പക്ഷെ എല്ലാവരുടെയും കാര്യത്തിൽ അതല്ല. ഞാൻ തന്നെ വെള്ളാപ്പള്ളിയെ കാണാൻ വേണ്ടി ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് കേരളത്തിലെ വളരെ മിടുക്കനായിട്ടുള്ള കൊല്ലത്തുള്ള ഒരു MLA, അദ്ദേഹം ഒരു ചിത്രവുമായിട്ട്, അതായത് ആരോ വരച്ച ചിത്രവുമായിട്ട് വെള്ളാപ്പള്ളിയെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. മനസ്സിലായോ? അപ്പൊ അത്തരത്തിലുള്ള പല MLA-മാർക്കും വെള്ളാപ്പള്ളിയുടെ കൊണ്ട് ആവശ്യം ഉണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് യുണൈറ്റഡ് ആയിട്ട് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുകയോ അദ്ദേഹത്തിനെതിരായിട്ടുള്ള വാദങ്ങൾ നടത്തുകയോ അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് താൽക്കാലികമായിട്ട് CPM-ന് ഇത് ഗുണം ചെയ്യും. ലോങ് ടൈമിലേക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇത്തരത്തിൽ മതപരമായ ഒരു ഭീതി വളരുമ്പോൾ ഇത് ലോങ് ടൈമിലേക്ക് ഇത് BJP-ക്ക് ഗുണം ചെയ്യും. കാരണം എന്താ? ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് പിന്തുണക്കുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള മതേതര വോട്ടുകളെല്ലാം തന്നെ പതുക്കെ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ തന്നെ BJP-യിലേക്ക് അതിനുള്ള നരേറ്റീവ് ഒക്കെ അവർ ഇപ്പൊ തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതാണ് ഭാരതാംബയും പല പരിപാടികളൊക്കെ ചെയ്തവര് നരേറ്റീവ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പൊ ആ വോട്ടുകൾ കൂടി പോകും. ഇനി ഇതിന്റെ നെറ്റ് എഫക്ട് എന്താ? നെറ്റ് എഫക്ട് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയും വളരൂടാ.
അതെ. കാരണം കോൺഗ്രസിന്റെ ഒരു വലിയ അല്ലെങ്കിൽ UDF-ന്റെ ഒരു വലിയ അംഗീകാരം കിട്ടിയിരിക്കുന്നു. അപ്പൊ അംഗീകാരം കിട്ടി അവർക്ക് എന്താണ് ഈ പറയുന്ന മറ്റേ ഇതിൽ എന്ത് ചെയ്തു, അംഗീകാരം കിട്ടിയിട്ട് അവര് വലിയ തോതിൽ സ്വീകരിക്കപ്പെടുന്നു. അവരൊരു ഏതാണ്ട് ഒരു ഘടകകക്ഷിയാകാൻ പോകുന്നു. ഇനി അവര് പറയുന്ന ഒരാളെ നിർത്തി മത്സരിപ്പിക്കുമെന്ന് കേൾക്കുന്നു കേരളത്തിൽ. അപ്പൊ അതൊക്കെ സംഭവിച്ചല്ലേ. അല്ലെങ്കിൽ പോലും ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കൂട്ട് ഉണ്ടാക്കും. അപ്പൊ അത് തന്നെ അവർക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും. അപ്പൊ അവര് എത്രത്തോളം വളരുന്നു അത്രത്തോളം BJPയും വളരും. കാരണം നിങ്ങൾ എതിരായിട്ടുള്ള ഒരു ഫോഴ്സ്, ഒരു മതപരമായിട്ടുള്ള ഒരു ഫോഴ്സ് അവിടെ നിന്ന് വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പുറത്തുള്ളവർക്കും അത് ഗുണം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഷോർട്ട് ടൈമിലേക്ക് CPM-നും ലോങ് ടൈമിലേക്ക് BJPക്കും വലിയ തോതിൽ ഗുണം. ഇതിപ്പോ UDF-ലാണെങ്കിൽ തന്നെ ഇതിപ്പോ കോൺഗ്രസിന് ദേശീയപരമായിട്ട് ഇത് ബാധിക്കാൻ ചാൻസ് ഇല്ലേ? തീർച്ചയായിട്ടും അതൊരു വളരെ നല്ല ചോദ്യമാണ് സഭ ചോദിച്ചത്. ദേശീയപരമായിട്ട് ഇത് വലിയ തോതിൽ ബാധിക്കും. ഇപ്പൊ തന്നെ ബാധിക്കും. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കൊടി ഉയർത്തി കാണിക്കുന്ന ഫോട്ടോകളൊക്കെ എടുത്തുകൊണ്ട് മിക്കവാറും നോക്കിക്കോളും. ഇപ്പൊ തെരഞ്ഞെടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ കേരളത്തിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ നാഷണൽ ചാനലുകളിൽ അർണാബ് ഗോസ്വാമിയൊക്കെ അലറി വിളിക്കും, കോൺഗ്രസ് ഇതാ ഒരു മതരാഷ്ട്രവാദക്കാരുമായി കൂട്ടുണ്ടാക്കിയിരിക്കുന്നു. മനസ്സിലായി. പിന്നെ ചില ആളുകളൊക്കെ ഇതിന് ന്യായീകരണം പറയുന്നുണ്ട്. അവരുടെ ഭരണഘടന അവർ മാറ്റി, അവര് മതരാഷ്ട്രവാദം നാളെ രാവിലെ വന്ന വഴിക്ക് മറ്റേ വേസ്റ്റ് ബോക്സിൽ കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. വെറും വേഷം കെട്ടാണത്. അങ്ങനെയുള്ള ആളുകളാണ് ഇസ്മായിൽ ഖാനിയും സയ്യിദ് കുത്തുബുദ്ദീന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് എന്ത് ചെയ്ത് അവരൊക്കെ ആരാണ്? അവരൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ തലോട്ടപ്പന്മാരാണ് മൗദൂദിയൊക്കെ തന്നെ. അവരൊക്കെ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ ആളുകളാണ്. ഞാൻ അവരെ കുറിച്ച് നേരത്തെ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കുന്നില്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന മറ്റേ ഇവര് മുസ്ലിം ബ്രദർഹുഡിന്റെ ആളുകളാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഭരണഘടന മാത്രം നോക്കണമെങ്കിൽ BJPയുടെ ഭരണഘടന എടുത്ത് വായിച്ചോ, ഒരു കുഴപ്പമില്ല. അതെ. അപ്പൊ BJPനെ എതിർക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഭരണഘടനയൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ ജനാധിപത്യം അംഗീകരിച്ചേ മതിയാവും. അല്ലാതെ CPM നാളെ പറയണേ എനിക്ക് രാഷ്ട്രീയ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്യണം, പക്ഷെ ഞങ്ങൾ മറ്റേ തോക്കിൻ കുഴലിലൂടെ വിപ്ലവമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്, രജിസ്ട്രേഷൻ വിൽക്കില്ല. BJP പറയണേ ഞങ്ങൾ പോയിട്ട് ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ അതും എന്ത് ചെയ്യില്ല. അതുകൊണ്ട് ഈ ഭരണഘടന എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, വെബ്സൈറ്റും വെറുതെയാണ്. അതുകൊണ്ട് അതൊന്നും നോക്കിയിട്ട് ഒരാളും തീരുമാനിക്കില്ല. ഇവരുടെ ഉള്ളിലിരിപ്പൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണ ജനത്തിന് കൃത്യമായിട്ട് അറിയാം. മനസ്സിലായി. ഭരണഘടന കാത്തു സൂക്ഷിക്കുമെന്ന് പറയുന്നവർ, റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുമെന്ന് പറയുന്നവർ തന്നെയാണ് ജോസഫ് മാഷ വലത് കൈയും ഇടത് കാലും വെട്ടി. അതെ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ സാമാന്യ ജനത്തിന് നന്നായിട്ട് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് വലിയ തോതിലുള്ള ഒരു തലവേദന, ഒരു മുൾക്കിരീടം എടുത്ത് വെച്ചേക്കാണ് VD സതീശനും കൂട്ടരും. സത്യത്തിൽ ഈ പറയുന്ന പോലെ തീക്കൊള്ളി കൊണ്ട് തലചൊറിയാണ്. ഇതെനിക്ക് ഞാൻ പറയണത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയൽ പോലും അല്ല, പിന്തുണയായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ പറയാമായിരുന്നു. യഥാർത്ഥത്തിൽ ഇവരെ ന്യായീകരിച്ചതിലൂടെ തീക്കൊള്ളി കൊണ്ട് തലചൊറിയല്ല ചെയ്തേക്കണത്, പകരം മറ്റേ കനലെടുത്ത് തലയിലിടുകയാണ് ചെയ്തേക്കണം. തീക്കട്ട ഉണ്ടല്ല, അതെടുത്ത് തലയിൽ എന്ത് ചെയ്തേക്കാണ്, തലപ്പാവ് ഉണ്ടാക്കി വെച്ചേക്കാണ് UDF ചെയ്തിരിക്കുന്നത്.